ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ദേവയാനി കാത്തിരിക്കുകയാണ് ആദർശും നയനയും വരുന്നത്. ഈ സമയം ആദർശും നയന എത്തി. അവരെത്തിയതും ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ അകത്തെത്തിയതും ദേവയാനി ഇന്നത്തെ ദിവസം ഓഫീസിൽ പോയിട്ട് വല്ലതൊക്കെ മലമറിച്ചോ ഇവള് എന്നും ചോദിക്കണം. അമ്മേ, ഇന്നിവള് ഓഫീസിൽ വന്നതിൽ നല്ല ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടേ ഇവള് ഒരുപാട് ഡിസൈൻ വരച്ചു. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇക്കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലത്തെ വിഷുവും നമ്മുടേതായിരിക്കും. എന്താന്ന് വെച്ചാൽ ഓണം നമ്മുടേതായിരുന്നല്ലോ, അതുപോലെ തന്നെയാ വിഷുവിൻ്റെ കാര്യവും. ഇനി നോക്കിക്കോ, നമ്മളങ്ങ് പച്ച പിടിക്കും. അപ്പോഴേക്കും ശരി ശരി, എന്നാൽ പോയി 2 ഡ്രസ്സ് മാറിയിട്ട് വാ. ഞാനേ ചായ മാത്രമല്ല പലഹാരവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കേട്ടോണ്ട് ജാനകി വരിക. അല്ല, അമ്മയാണോ അതൊക്കെ ഉണ്ടാക്കിയത്? ഞാനല്ലാതെ പിന്നെ ആരുണ്ടാക്കാനാ? എന്തായാലും അടുക്കള കയറുന്ന ഒരുത്തി പുറത്തു പോയില്ലേ, അപ്പം പിന്നെ അമ്മ തന്നെ കയറണ്ടേ എന്നൊക്കെ പറയണേ. എന്താ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നമുക്കൊരു ജോലിക്കാരിയെ വെക്കാലോ. അമ്മയ്ക്ക് എന്തിനാ ഇത്ര കഷ്ടം എന്നും ആദർശ് ചോദിക്കുക. വേണ്ട, ഇനി ഈ വീട്ടിലൊരു ജോലിക്കാരിയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നും ദേവയാനി. അത് കേട്ടതും ജാനകി ദേവയാനിയെ തുറച്ചു നോക്കുക. അമ്മ കഷ്ടപ്പെടണ്ട, ഞാൻ നാളെ മുതൽ പോകുന്നില്ല, ഇവിടെ തന്നെ നിന്നോളാം, അടുക്കളയിൽ ഞാൻ ജോലി ചെയ്തോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നെ കാണുന്നത് എനിക്ക് കലിയാ, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ആദർശിൻ്റെ കൂടെ പോകാൻ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ നീ അടുക്കള ജോലിയൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ നിന്ന് നല്ല വരുമാനമൊക്കെ കിട്ടി ഒരുപാട് മുകളിലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജ്വല്ലറിയെ വിട്ടു പോകുമോ എന്തോ. നമ്മുടെ ജ്വല്ലറിയെയും ആദർശിനെയും ഇവള് കളഞ്ഞിട്ട് പോകുമെന്ന് ആര് കണ്ടു? അത് കേട്ടതും നമ്മുടെ നയന, ഒരിക്കലും ഇല്ല ഇളയമ്മേ, ഞാൻ ജ്വല്ലറിയിൽ നിന്ന് ചിലപ്പോൾ പോരുമായിരിക്കും, അത് ഇങ്ങോട്ടേക്ക് തന്നെയായിരിക്കും ജോലി വേണ്ടെന്ന് വെച്ച് വരുന്നത്. പക്ഷേ എൻ്റെ ആദർശേട്ടനെ കളഞ്ഞിട്ട് ഞാൻ എവിടേക്കും പോയില്ല എന്നും നയന. അത് കേട്ടതും, എടി, നിൻ്റെ സംസാരത്തിലുള്ള ഇതൊന്നും നിൻ്റെ മനസ്സിലില്ലെന്നറിയാം. എന്തായാലും നീ പറയുന്നത് മുഴുവനും പച്ചക്കള്ളവാ. അത് കേട്ടതും ആദർശിന് ദേഷ്യം വരിക. ആദർശ്, ഇളയമ്മയുടെ മരുമോളുടെ കാര്യം നോക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നയന എന്നെ വിട്ടിട്ട് പോകുമല്ലോ എന്ന് അപ്പം നോക്കാം. ഇളയമ്മ ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അത് കേട്ടതും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി. ദേവയാനി ഇരുന്ന് ചിരിക്കുക. ഈ സമയമാണെങ്കിൽ നയനയോട്, വാ നയനെ, നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നും പറഞ്ഞ് ആദർശ് വിളിച്ചോണ്ടൊക്കെ പോവുക. ഇതേ സമയം ജാനകി നാണം കെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഏട്ടത്തി നോക്കിക്കോ, ഞാൻ പറഞ്ഞത് തന്നെ കറക്റ്റായിട്ട് വരും. അവളെ ആദർശിനെ ഉപേക്ഷിക്കും. അവളവനെ കയ്യിലെടുത്തോണ്ട് നടക്കുക. അവസാനം അവളെ നഷ്ടപ്പെട്ട് അവനിരുന്ന് കരയേണ്ടി വരും. ഇല്ലടി, ഒരിക്കലുമില്ല. നിന്റെ മരുമോള് നിന്റെ മോനെ ചിലപ്പോൾ ഉപേക്ഷിക്കുമായിരിക്കും, എന്നാലും എൻ്റെ നയനമോള് ഒരിക്കലും എൻ്റെ മോനെ ഉപേക്ഷിക്കില്ലടി. അവൾക്കതിന് കഴിയില്ല. അവളെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള പെൺകുട്ടിയാ. ആത്മാർത്ഥതയോടെയാ എൻ്റെ മരുമോള് എൻ്റെ മോനെ സ്നേഹിക്കുന്നത്. അതെനിക്ക് വ്യക്തമായതാ, ബോധ്യമായതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഏട്ടത്തി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ജാനകി, വെറുതെ ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. അവർ ഓഫീസിലേക്ക് പോയിക്കോട്ടെ, അവർ ജ്വല്ലറി പോകണമെന്ന് പറഞ്ഞത് ഞാനാ. അവരവിടെ പോയിരുന്നാൽ എനിക്ക് അത്രയും നേരം സമാധാനമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ അതിനെ മുടക്കരുതും ആരും ശ്രമിക്കണ്ട എന്നൊക്കെ പറയണം. അത് കേട്ടോണ്ട് ജാനകി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയം ദേവയാനി അങ്ങ് പോയി. ദേവയാനി പോയി കഴിഞ്ഞതും ജാനകി ആലോചിക്കുക, ഏട്ടത്തി മാറി, ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും നോക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോഴാണ് നന്ദു ഒരു സമാധാനം, നീ വരുമ്പോൾ. പിന്നെ വലിയമ്മ നിൻ്റെ ചേച്ചിയെ ആദർശേട്ടൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞു. നയനടുത്ത് ഇപ്പം നല്ല ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നിനക്കും നിൻ്റെ ചേച്ചിയുടെ അവിടെ ഓഫീസിൽ പോയി ഇരുന്നൂടെ, അവിടെ എന്തെങ്കിലും ജോലി ചെയ്തൂടെ? എനിക്കും ഉണ്ട് 3-4 ബ്രാഞ്ച്. പക്ഷെ അതിലേക്കൊന്നും വരണ്ട. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബാക്കിയുള്ളൊരു പ്രശ്നമാക്കും. അതുകൊണ്ട് നിൻ്റെ ചേച്ചി ഇരിക്കുന്നിടത്തിരിക്കാമല്ലോ. വേണ്ട, നീ ആദ്യം SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയട്ടെ. SI സെലക്ഷൻ പാസ്സാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു SI ആവില്ലേ. സ്വന്തമായിട്ട് എനിക്കൊരു ജോലി, അതാണ് എൻ്റെ ആഗ്രഹം. മറ്റുള്ളവരുടെ കീഴിൽ ജോലി എടുക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയല്ലേ നീ? അത് ശരിയാ, പക്ഷെ ഇതൊരു തരം വാശിയല്ലേ നന്ദു? എനിക്ക് വാശിയൊന്നുമില്ല, അത് കിട്ടിയാൽ നല്ലതാണ്, അതുകൊണ്ടാണ്. പിന്നെ SI സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ IPSലായിരിക്കും എൻ്റെ കണ്ണ്. അതിനുള്ള ടെസ്റ്റും ഞാൻ എഴുതും എന്നും നമ്മുടെ നന്ദു പറയുക. അത് കേട്ടതും ആകെ മൊത്തത്തിൽ താനങ്ങ് പോകുമെന്ന് അർത്ഥം അല്ലേ.
ഞാൻ എത്ര ദൂരത്തേക്ക് പോയാലും നീ എന്നെ കാണണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ നിൻ്റെ മുന്നിൽ വന്നിരിക്കുവാനി. നീ ഒരു ഫോൺ വിളിച്ചാൽ മതി. അത് കേട്ടതും ആ ഞാൻ വിളിച്ചാൽ നീ വരുമോ? വരാതിരിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ വന്നില്ല. അത് ശരിയാ നന്ദു, സത്യം പറയാലോ, നീ വരുമ്പോഴാ എനിക്കിത്തിരി ആശ്വാസം. നീ ഇല്ലെങ്കിലേ ഞാൻ ആകെ മൊത്തത്തിൽ തകർന്നു പോയ അവസ്ഥയാ. നിൻ്റെ കൂടെ ഇരിക്കുന്ന നിമിഷങ്ങളിലാണ് എനിക്ക് സ്വൈര്യം കിട്ടുന്നത്. അനാമിക എങ്ങനെ എൻ്റെ മുന്നിൽ വന്നാൽ തീർന്നു അതോടുകൂടെ എല്ലാം. പിന്നെ ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്, ഞാൻ ആകെ ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നീയാ. അങ്ങനെയുള്ളപ്പോൾ നീ തന്നെ എന്നെ ഇങ്ങനെ വെറുത്ത് മാറ്റിവിടരുത്. അത് കേട്ടതും എനിക്ക് പേടിയാവുക. നീ എന്തിനെ പേടിക്കുന്നേ? അപ്പോൾ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ നന്ദു ആലോചിക്കുക. ഈ സമയം താനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അനാമികയുടെ സ്വഭാവത്തിന് ഒരിക്കലും ഞാനും അനാമികയെ മുന്നോട്ട് പോയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബത്തിൽ ഏത് നേരവും പ്രശ്നവും വഴക്കും, അങ്ങനെ പ്രശ്നവും വഴക്കും വരുമ്പോൾ എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ നന്ദു എന്നും അനി ചോദിക്കുകയാണ്. അത് കേട്ടതും നന്ദു ഞെട്ടലോടുകൂടെ അനിയുടെ മുഖത്തേക്ക് നോക്കുക. അതെ, പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ട് വരികയാണ്. അത് നന്ദു സംശയത്തോടെ അനിയെ നോക്കിയപ്പോൾ അനി അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും നന്ദു ആലോചിക്കുകയാണ്. ഈശ്വര, കാര്യങ്ങൾ ദൈവത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്തുകയാണല്ലോ. അനി അനാമികയെ ഡിവോഴ്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ച ഉറപ്പായിട്ടും എനിക്ക് അനിയുടെ ജീവിതത്തിലേക്ക് കയറേണ്ടി വരും. ഇല്ലെങ്കിൽ കയറ്റി വിടും ദൈവങ്ങൾ. അതാ സത്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇരിക്കുക. പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. അനന്തപുരിയിൽ ദേവയാനി ഉണ്ടാക്കിയ പഴംപൊരിയും തിന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നയന വന്നു. ഞാൻ ഒരു സത്യം പറയാലോ നയനെ, നിൻ്റെ അമ്മായിയമ്മയ്ക്ക് പാചകമൊക്കെ ചെയ്യാൻ നന്നായിട്ടറിയാം. എന്ത് ടേസ്റ്റായിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പഴംപൊരി തന്നെ നല്ല രുചി എന്നും നമ്മുടെ നവ്യയുടെ വാക്കായിട്ട്. അത് ശരിയാ ചേച്ചി, ഞാനും കഴിച്ചു. എന്തൊരു രുചിയാ. എനിക്ക് തോന്നുന്നേ എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോന്ന്. ഒരിക്കലും ഇല്ല. അവരെ നിന്നെ കാണാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ആദർശേട്ടനോട് അവർക്കുള്ളത് ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ആദർശേട്ടന് വേണ്ടിയാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ആദർശേട്ടന് ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. അതിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. 3-4 ഡിസിഷൻ വരച്ചായിരുന്നല്ലോ, അതൊക്കെ അവരെ കാണിക്കണമെന്നും എന്നെ പരിചയപ്പെടുത്തണമെന്നും പറഞ്ഞു. അതെന്തായാലും നിൻ്റെ ഭാഗ്യം നയനെ. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഞാൻ പോയില്ല ചേച്ചി. മരുന്നൊക്കെ കഴിക്കുമല്ലേ, ഉറക്കക്ഷീണം ഒരുപാടുണ്ടാവും. അത് ശരിയാ. എന്നാലും ആദർശേട്ടനില്ലാതെ ഈ വീട്ടിൽ ആദ്യത്തെ രാത്രി എൻ്റേത്. അത് കേട്ടതും അതിനെന്തിനാ നീ പേടിക്കുന്നേ? ഞാൻ എത്ര രാത്രികളിൽ ഇവിടെ അബി ഇല്ലാത്ത പോലെ കഴിഞ്ഞിട്ടുണ്ട്. അവനുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ തന്നെയാണ് പല രാത്രികളിലും ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴാണ് അവൻ കയറി വരുന്നത്. അതും കള്ളു കുടിച്ചുകൊണ്ട്. ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി, എല്ലാം ശരിയാവും. ആദർശേട്ടനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? കുടിക്കില്ലായിരുന്നു, പക്ഷെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന സമയങ്ങളിൽ ആദർശേട്ടനുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷെ എന്നാൽ ഇപ്പോൾ ആദർശേട്ടന് ഞാനില്ലാതെ പറ്റില്ല. എനിക്ക് ആദർശേട്ടനും അതുപോലൊരു ദിവസം വരും. അഭിയും മാറും ചേച്ചി എന്നും പറയാ. അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളെ, അങ്ങനെ അവൻ മാറണമെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം. എന്നാലേ അത് നടക്കൂ. അവനെ വഷളാക്കുന്നത് അവൻ്റെ അമ്മയാ, അല്ലാതെ വേറെ ആരുമല്ല. നിനക്കറിയോ മോളെ, ഞാൻ എല്ലാം അടക്കി പിടിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്ന് കരുതുമ്പോഴും അവൻ എന്നെ തള്ളി പറയുക. പലപ്പോഴും പണത്തിൻ്റെ പിന്നാലെ പോയവരാ ഞാനും അമ്മയും ഒക്കെ. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഒന്നുമല്ല. സ്നേഹിക്കാനുള്ള ആളുണ്ടെങ്കിലേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. എല്ലാം നമ്മുടെ കഷ്ടകാലം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ മോളെ? ചേച്ചി വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി നയനയുടെയും ആദർശിൻ്റെയും കല്യാണ വീഡിയോ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴാണ് അനാമിക വരുന്നത്. വലിയമ്മേ. എന്താ മോളെ? വലിയമ്മേ, ഞാൻ വീട്ടിലേക്ക് പോവുക വല്യമ്മേ. എനിക്കിവിടെ ഒരു സമാധാനവും ഇല്ല വല്യമ്മേ, മനസ്സിനൊരു സുഖവും ഇല്ല. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? എന്താ മോൾക്ക് എന്ത് പറ്റി? മോളെ ആരെ വഴക്ക് പറഞ്ഞേ? ഒന്നും പറയണ്ട വല്യമ്മേ. എന്നോടൊരു തുള്ളി സ്നേഹം പോലും കാണിക്കുന്നില്ല. അവൻ എന്നെ വേണ്ട, അവൻ എന്നെ ഇഷ്ടമല്ല. എപ്പോഴും അവൻ നന്ദുവിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയനയുടെയും അവർ രണ്ടുപേരെയും മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വല്യമ്മേ. അത് പിന്നെ മോൾ അതിനെ കുറ്റമായിട്ടൊന്നും എടുക്കണ്ട. നയനയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആദർശ് അവളെ തള്ളിപ്പറഞ്ഞപ്പോൾ പോലും അവൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ. അവൻ്റെ ഏട്ടത്തി നല്ലവളാണെന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചത്. എന്നാൽ എനിക്ക് ആ തോന്നലൊന്നുമില്ല. പക്ഷേ
അങ്ങനെ അവൻ സംസാരിച്ചത് എന്തുകൊണ്ടാന്ന് എന്താന്ന് എനിക്കറിയില്ല. എന്നാലും പിന്നീട് നമുക്കത് മനസ്സിലാവുമായിരിക്കും. ദേ ആദർശിൻ്റെ വഴി പിന്തുടരുന്നവനാണ് അവൻ. എന്നിട്ടും അതെ അവൻ്റെ ഏട്ടത്തിയുടെ കാര്യത്തിൽ അവൻ അവൻ്റെ ഏട്ടനെ പോലെ എതിർത്ത് നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്കവനെ കുറ്റം പറയാൻ പറ്റില്ല. ആര് സ്നേഹിക്കുന്നു, ആര് നല്ലത്, ആര് ചീത്തതെന്നൊക്കെ അവൻ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും മോളെ. അങ്ങനെയുള്ള അവനെ മോൾ എന്തിനിങ്ങനെ കുറ്റം പറയുന്നേ? മോള് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നിന്നാ മോളുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കുമോ? കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയാൽ അത് കുടുംബത്തിനെ തന്നെ ബാധിക്കും. അത് മോൾ ഓർക്കണം. അത് കേട്ടതും അനാമിക ഇങ്ങനെ ദേവേനെ നോക്കുക. ദേ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരെയും മോളെ മനസ്സിലാക്കണ്ട. അനിയെ മനസ്സിലാക്കി കൂടെ നിൽക്ക്, അനിയെ സ്നേഹിക്ക്. അപ്പോൾ എന്തായാലും മോൾ അവനെ സ്നേഹിക്കും. ഇല്ല വല്യമ്മേ, എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. അവൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല. ഞാൻ അവൻ്റെ മുറിയിലേക്ക് പോയാലും അവന് പറയാനുള്ളത് നന്ദുവിനെ നയനയും കുറിച്ചാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് വലിയമ്മേ അവനെ സ്നേഹിക്കാൻ കഴിയുന്നേ? അറിയാം മോളെ, കല്യാണം കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്ന പെൺകുട്ടികൾ ബന്ധം പിരിഞ്ഞു പോകുന്നത് ഈ വീട്ടിലുള്ളവർക്കൊക്കെ സങ്കടമാണ്. അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് വലിയമ്മേ. മോള് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും അനിയോട് സംസാരിക്കാം, സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അനി അവിടെ ഇരിക്കുമായിരുന്നു. മോനെ അനി, എന്താ വല്യമ്മേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല വല്യമ്മേ. നീ എന്താടാ അനാമികയെ സ്നേഹിക്കാത്തത്? ഓ എന്തിനാ വല്യമ്മേ ഇത്തിരി സമാധാനത്തോടെ ഇരിക്കുമ്പോൾ അവളുടെ കാര്യം എടുത്ത് ഇടുന്നേ? എടാ മോനെ, നീ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്ന ആളാ അനാമിക. എന്നിട്ടും നിനക്ക് അവളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ ചോദിക്കണ്ടേ? എല്ലാവരും കൂടെ എൻ്റെ തല കെട്ടിവെച്ചതാ അനാമികയെ. എടാ നീ ആദർശിനെ ഒന്ന് നോക്ക്. കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ആദർശും നയനയും കീരിയും പാമ്പുമായിരുന്നു. ഇപ്പോഴോ ആദർശിന് അവളെയും അവൾക്ക് ആദർശിനെയും കാണാതിരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളും ഇങ്ങനെ മാറി നിന്ന ഈ കുടുംബത്തിലുള്ളവർക്കൊന്നും അത് സഹിക്കാൻ പറ്റില്ല മോനെ. എനിക്ക് നീയും ആദർശിനെ പോലെ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ജീവിതം തകരുന്നതും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ വലിയമ്മയ്ക്ക് അറിയോ, ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക. എന്താടാ, എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? നിനക്കെന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോനെ. പിന്നെ എന്തിനാ നീ അങ്ങനെ പറയുന്നേ? അത് കേട്ടതും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് വല്യമ്മേ. അവളെപ്പോലെ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം സമാധാനവും സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സമാധാനത്തോടെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും വഴക്കും പ്രശ്നങ്ങളും മാത്രം. മുറിയിലേക്ക് ചെന്നാൽ തുടങ്ങും അടി. ഞാൻ എന്താ വല്യമ്മ ചെയ്യേണ്ടത്? അത് കേട്ടതും മോനെ, അതെല്ലാം മനസ്സിലായി, അതൊക്കെ മാറും. അത് മോൾക്ക് നിന്നോടുള്ള സംശയം കൊണ്ടാണ്. നീ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം. സ്വന്തം ഭാര്യ ഭർത്താവിനെ സംശയിച്ചാലേ ആ ബന്ധം ഒരിക്കലും നിലനിന്ന് പോവില്ല വല്യമ്മേ. ആ കുടുംബത്തിൽ എത്ര പ്രശ്നങ്ങളും ഉണ്ടാവുന്നതും സംശയത്തിലൂടെ മാത്രമാണ്. ഒരു കുടുംബത്തിൽ പ്രശ്നം വരുന്നത് സംശയം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും വരില്ല. ചിലപ്പോൾ നടന്നിട്ട് പോലും ഉണ്ടാവില്ല. അവസാനം ഇതുപോലെ സംശയിച്ച് പലരും ജീവൻ ഒടുക്കിയിട്ടുമുണ്ട്. അങ്ങനെ ജീവൻ ഒടുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ സത്യങ്ങൾ തിരിച്ചറിയുന്നത്. മോനെ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന എന്തിനാ? ദേ ഒരു കാര്യം ഞാൻ പറയാം, വെറുതെ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ട് നടക്കാതെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ സ്നേഹിച്ച് മുന്നോട്ട് പോ. അത് ഞങ്ങൾക്കൊക്കെ സന്തോഷമാവുന്ന കാര്യമാടാ. അത് കേട്ടതും ഇല്ല വല്യമ്മേ, അതിനൊരിക്കലും സാധിക്കില്ല. അവൾ എന്നെ എന്ന് സ്നേഹിക്കുന്നോ അന്ന് ഞാൻ അവളെ സ്നേഹിക്കാം എന്നും അനി പറയുക. ഈ സമയം ദേവയാനി, ദേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളൊക്കെ ബന്ധം പിരിയുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കും നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ. അതുകൊണ്ട് ഇനിയൊന്നും അങ്ങനെ ചിന്തിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോയി. ദേവയാനി പോയി കഴിഞ്ഞതും നമ്മുടെ അനി ആലോചിക്കുക, ഈശ്വര ഇല്ല, ഒരിക്കലുമില്ല, അവളെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവളുമായിട്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകാനും സാധിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. ജലജ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവി വരിക. എടാ നീ എവിടേക്ക് പോവുക? എനിക്കൊരാളെ കാണാനുണ്ട്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ദേ നീ ആരെ വേണമെങ്കിലും കാണാൻ പോ. നീ പണ്ട് മുതലേ പെൺകുട്ടികളുടെ പിന്നാലെ ചുറ്റുന്നവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം അത് കൂടിയെന്നും അറിയാം. കാരണം ഇഷ്ടമില്ലാത്തൊരു ഭാര്യ കൂടെ വന്നതിന് ശേഷം നീ അത് ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അമ്മ എന്തിനിപ്പം അതൊക്കെ പറയുന്നേ? ഇപ്പം അങ്ങനെയൊന്നും ഇല്ലമ്മേ. അതൊന്നും പറയണ്ട, എനിക്കറിയാലോ നിൻ്റെ സ്വഭാവം. ഞാനല്ലേ നിന്നെ പ്രസവിച്ചത്. അല്ല ദേ നീ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പിന്നാലെ പോ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ ഇത്തിരി കാശിന് ആർത്തിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലെയും പെണ്ണിനെ നീ കണ്ടുപിടിക്കാമോ? അതെന്തിനാ അമ്മേ അങ്ങനെ കണ്ടുപിടിച്ചിട്ട്? ഇവളെപ്പോലെ അതിനെയും തലയിലെടുത്ത് വയ്ക്കാനോ? എന്നിട്ട് തലയിൽ കയറ്റി വെച്ചിട്ട് ഭാരം ഇറക്കി വയ്ക്കാതിരിക്കാൻ പറ്റാനോ? അത് കേട്ടത് നമ്മുടെ ജലജയുടെ മണ്ട. അതിനു വേണ്ടിയല്ല, ഇവിടെ ഏട്ടത്തിക്ക് കരൾ കൊടുത്തത് ആരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാമല്ലോ.
അവർക്കറിയാമെങ്കിലും അവരാരും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 50 ലക്ഷം രൂപയുടെ ചെക്ക ഏട്ടത്തി അവർക്ക് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഏട്ടത്തി കൊടുക്കുന്ന തുക നമ്മുടെ കയ്യിലിരിക്കും. അതിന്നൊരു പങ്ക് അവൾക്കും കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ കാശും ഇരിക്കും. അത് കേട്ടതും അബി അത് നല്ല കാര്യമാണ്, ഞാൻ കണ്ടുപിടിക്കാമേ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കാം. എന്തായാലും എനിക്ക് നല്ലൊരു തുക മാസം മാസം അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നതാ, അതില്ലാതാക്കിയത് ആദർശ. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ പണം തട്ടിയെടുക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കുമേ, അത് ഉറപ്പാ എന്നും പറഞ്ഞ് അഭി പോവുകയാണ്. ഈ സമയം ചലിച്ച ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.